ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്ന പോലെ തന്നെ ഓപ്പൺ പോഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്ന റെമഡീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓപ്പൺ പോഴ്സ് എന്താണെന്നും എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഞാനിവിടെ താഴെ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം. ഓപ്പൺ പോഴ്സിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഐസ് അപ്ലൈ ചെയ്യുന്നത്. ഐസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ഈ ഐസ് നമ്മുടെ പോഴ്സിനെ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ചൂട് ചെല്ലുമ്പോൾ നമ്മുടെ പോഴ്സ് ഓപ്പൺ ആകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഐസ് അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ മുഖത്തേക്ക് പോഴ്സ് ഷ്രിങ്ക് ആകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫ്രഷ് ആയിട്ട് പോകണമെങ്കിൽ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഐസ് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ മേക്കപ്പോ ഒക്കെ ഇട്ടിട്ട് പുറത്തോട്ട് പോവുക. ഈ പോഴ്സ് ഷ്രിങ്ക് ആകുന്ന വഴി ഈ സെബം പ്രൊഡക്ഷൻ കുറച്ച് ലാഗാവും. അതായത് സെബം പുറത്തോട്ട് വരാനായിട്ട് ഇത്തിരി ഐസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ പച്ചവെള്ളം എടുത്ത് അത് ഐസാക്കി മുഖത്ത് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് ഐസ് ഉണ്ടാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഗ്രീൻ ടീ നമ്മുടെ പോഴ്സ് ക്ലോസ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യൂക്കംബറിൻ്റെ ജ്യൂസ് ഐസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് അലോവേരയാണ്. അലോവേര എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ അലോവേര തന്നെ എടുക്കണം. അലോവേര ജെല്ലൊന്നും അല്ല, നാച്ചുറൽ ആയിട്ടുള്ള അലോവേര. അത് പക്ഷേ എനിക്കത് എടുത്ത് അത് പിന്നെ സ്കിൻ പീൽ ചെയ്ത് മിക്സിയിലിട്ട് അരിച്ച് ഐസാക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള അലോവേരയാണ്. ഇത് നിങ്ങൾക്കറിയാലോ, ഇതിലൊരു യെല്ലോ റെസിഡ്യൂ ഉണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു യെല്ലോ റെസിഡ്യൂ വരും. അത് നമുക്ക് കൊള്ളില്ല. മിക്കവർക്കും ഈ അലോവേര ചൊറിച്ചിലുണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ഈ യെല്ലോ റെസിഡ്യൂ കാരണമാണ്. അപ്പോൾ അത് നന്നായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നല്ല രീതിയിൽ പോകും. അത് നിങ്ങൾക്ക് പീസ് ആക്കിയിട്ട് വെള്ളത്തിലിടാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അലോവേര എടുത്തിട്ട് ഇതിൻ്റെ ആദ്യം നമുക്ക് ഈ മുള്ള് റിമൂവ് ചെയ്യാം. കുറച്ച് ഭാഗത്ത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അങ്ങനെ തന്നെ ഞാൻ റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് ഇത് കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രീസ് ചെയ്ത അലോവേരയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ഓപ്പൺ പോഴ്സിന് വേണ്ടി ഏതൊക്കെ പാക്ക് അപ്ലൈ ചെയ്യുന്നു, ബാക്കി ഞാൻ സ്കിൻ കെയറിൽ, അതായത് നമ്മുടെ മോയ്സ്ചറൈസർ, നമ്മുടെ ടോണർ, സീറം, ഇതിലൊക്കെ ഓപ്പൺ പോഴ്സിന് വേണ്ടി ഞാൻ ഏതാണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലുള്ള ടിപ്സിനായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്തിടണേ.